സിനിമയിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് താരമൂല്യമാണോ അതോ തിരക്കഥയാണോ വലുതെന്നത്. പണ്ട് കാലത്ത് ഒരു സൂപ്പർ താരത്തിൻ്റെ പേര് മാത്രം മതിയായിരുന്നു തിയേറ്ററുകളിൽ നിറയാൻ. എന്നാൽ ഇന്ന് പ്രേക്ഷകർ മാറി ചിന്തിക്കുന്നു. എത്ര വലിയ കൊമ്പത്തെ താരം വന്നാലും ഉള്ളടക്കം മോശമാണെങ്കിൽ പടം പൊട്ടുമെന്ന അവസ്ഥയാണ് ഇന്ന്. കോണ്ടന്റ് ഇസ് ദ കിങ് എന്ന് അടിവരയിടുന്ന ചില ഉദാഹരണങ്ങൾ വിവിധ സിനിമാ മേഖലയിൽ നിന്നും നമുക്ക് നോക്കാം. ഹോളിവുഡിൽ ടോം ക്രൂസ്, വിൻ ഡീസൽ തുടങ്ങിയ വമ്പൻ താരങ്ങൾ ഉണ്ടെങ്കിലും ബ്രാൻഡ് വാല്യൂവിനേക്കാൾ ഉപരിയായി ആളുകൾ മികച്ച കഥകൾ തേടിപ്പോകുന്നു. ഉദാഹരണം ദ ഫ്ലാഷ്. കോടിക്കണക്കിന് ഡോളർ ചിലവാക്കി വലിയ ഹൈപ്പിൽ വന്ന ചിത്രമായിരുന്നു ഇത്. എന്നാൽ ദുർബലമായ തിരക്കഥയും മോശം VFXും കാരണം ചിത്രം വൻ പരാജയമായി. ഏകദേശം $200 മില്യൺ മുകളിൽ നഷ്ടം ഈ ചിത്രം വരുത്തിയിട്ടുണ്ട്. താരങ്ങളോ എസ്ര മില്ലറും മൈക്കിൾ കീറ്റണും, ഒരു ബാറ്റ്മാനായുള്ള തിരിച്ചുവരവ്. ഇതിൽ നിന്നും പഠിക്കേണ്ടത് സൂപ്പർ ഹീറോ ഇമേജോ പഴയകാല താരങ്ങളുടെ തിരിച്ചുവരവോ മോശം കണ്ടനെ രക്ഷിക്കില്ല എന്നതാണ്. ബോളിവുഡിലെ 3 കാന്മാരുടെ പതരവും പിന്നീട് കണ്ടനിലുള്ള തിരിച്ചുവരവുമാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. ലാൽ സിംഗ് ചദ്ദ, അമീർ ഖാൻ നായകനായ 2022 ഇറങ്ങിയ പടം. മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന അമീർ ഖാൻ്റെ ഈ ചിത്രം ഹോളിവുഡ് ചിത്രം ഫോറസ്റ്റ് ഗംപിൻ്റെ റീമേക്കായിരുന്നു. ഏകദേശം 150 കോടി ബഡ്ജറ്റിൽ വന്ന ചിത്രം ഇന്ത്യയിൽ നിന്നും വെറും 58 കോടി മാത്രമാണ് നേടിയത്. എത്ര വലിയ താരമായാലും പ്രേക്ഷകരെ കണക്ട് ചെയ്യാത്ത വൈകാരികതയുടെ ഇഴച്ചിലുള്ള തിരക്കഥ പരാജയപ്പെടുക തന്നെ ചെയ്യും. കോണ്ടൻ്റാണ് രാജാവെന്ന് ലോകത്തിനെ കാണിച്ചു കൊടുത്ത ഇൻഡസ്ട്രിയാണ് മലയാളം. ഇവിടെ സൂപ്പർ താരങ്ങളുടെ ബിഗ് ബജറ്റ് പടങ്ങൾ തകരുകയും ചെറിയ പടങ്ങൾ കോടികൾ വാരുകയും ചെയ്യുന്ന പതിവാണ്. ഉദാഹരണം മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹവും മഞ്ഞുമൽ ബോയ്സും. മോഹൻലാൽ എന്ന മഹാനടനും പ്രിയദർശൻ എന്ന സംവിധായകനും ഒന്നിച്ച് 100 കോടി പടം. എന്നാൽ കണ്ടനിലെ പാളിച്ചകൾ കാരണം ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായി. വലിയ താരനിരകളില്ലാതെ വന്ന ഈ മഞ്ഞുമൽ ബോയ്സ് 250 കോടി മുകളിൽ കളക്ട് ചെയ്ത് മലയാളത്തിന് ഏറ്റവും വലിയ വിജയവുമായി. പ്രേക്ഷകർക്ക് വേണ്ടത് സ്റ്റാർ പവർ അല്ല, അവരെ പിടിച്ചിരുന്ന അനുഭവമാണ്. തമിഴ് സിനിമയെക്കുറിച്ചാണെങ്കിൽ രജനീകാന്ത്, വിജയ്, അജിത് തുടങ്ങിയ മാസ് താരങ്ങൾ വാഴുന്ന ഇടമാണ്. അവിടെയും കണ്ടന്റ് പിഴച്ചാൽ അടിപറ്റും. ഉദാഹരണം ലാൽ സലാം. രജനീകാന്ത് എക്സ്റ്റൻഡ് ക്യാമിയോയിൽ വന്നത്. തലൈവർ സ്ക്രീനിലുണ്ടായിട്ടും ദുർബലമായ മേക്കിംഗ് കാരണം ചിത്രം ശ്രദ്ധിക്കപ്പെടാതെ പോയി. 80-90 കോടി ബജറ്റിൽ വന്ന ചിത്രം നേടിയത് വെറും 30 കോടിയിൽ താഴെ. രജനീകാന്ത് എന്ന ബ്രാൻഡിന് പോലും ഒരു പരിധിക്കപ്പുറം മോശം സിനിമയെ താങ്ങാൻ കഴിയില്ല. തെലുങ്ക് സിനിമയാണെങ്കിൽ മാസ് മസാല പടങ്ങളുടെ കേന്ദ്രമാണെങ്കിലും പുതിയ കാലത്ത് തെലുങ്ക് പ്രേക്ഷകർ കണ്ടന്റിന് പ്രാധാന്യം നൽകുന്നു. ഉദാഹരണം ആചാര്യ. ചിരഞ്ജീവി, രാംചരൺ, അച്ഛനും മകനും 2 സൂപ്പർ താരങ്ങൾ ഒന്നിച്ചിട്ടും തിരക്കഥയിലെ പോരായ്മകൾ കാരണം ചിത്രം വൻ ദുരന്തമായി. ഏകദേശം 100 കോടിക്ക് മുകളിൽ നഷ്ടം വിതരണക്കാർക്കുണ്ടായി. സ്റ്റാർ കോംബോ കൊണ്ട് മാത്രം സിനിമ ജയിക്കില്ല. ഒരു കാലത്ത് റീമേക്കിലൂടെ നാടായിരുന്ന കന്നഡ ഇന്ന് ലോകശ്രദ്ധ നേടുന്നത് കണ്ടന്റിലൂടെയാണ്. ഉദാഹരണം തപ്സ 2023 ഇറങ്ങിയ പടമാണ്. ഉപേന്ദ്രയും കിച്ച സുദീപും ശിവരാജ് കുമാർ ഒന്നിച്ച സിനിമ. KGF മാതൃകയിൽ വലിയ ബഡ്ജറ്റിൽ 3 സൂപ്പർ താരങ്ങളെ വിജയെടുത്ത പടം. പക്ഷേ കണ്ടന്റിൽ പുതുമയില്ലാത്തതിനാൽ പ്രേക്ഷകർ കൈവിട്ടു. വലിയ പരാജയ ചിത്രമായി മാറി. കാന്താര 2022 ഇറങ്ങിയ പടമാണ്. ഋഷഭ് ഷെട്ടി എന്ന നടനെ ലോകം അറിഞ്ഞത് ഈ ചിത്രത്തിലെ കണ്ടന്റ് കൊണ്ടാണ്. സിനിമ എന്നത് ദൃശ്യവിസ്മയത്തേക്കാൾ ഉപരിയായി ഒരു കഥ പറച്ചിലാണ്. താരങ്ങൾ ആ കഥയെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉപാധികൾ മാത്രമാണ്. മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും കാന്താരയും ഹനുമാനും തുടങ്ങിയ സിനിമകൾ വിജയം തെളിയിക്കുന്നത് ഒന്നുമാണ്. താരങ്ങൾ വെറും അതിഥികൾ മാത്രമാണ്. കഥയാണ് എന്നും സിംഹാസനത്തിലിരിക്കുന്ന രാജാവ്.